ഹുവാവയുടെ ഹുവാവെ പ്യൂര എക്സ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ പ്യൂര എക്സ് എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതിന് 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 6.3 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ LTPO 2.0 എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ സാധാരണ ഫോൾഡബിൾ ഫോൺസിൽ കാണുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ അല്ല ഇത്. കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നത്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2500 നിറ്റ്സ് ആണ്. പിന്നെ 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 3.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 980x980 ആണ്. OLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും LTPO 2.0 എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിലും 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിലും വരുന്നുണ്ട്. 1:1 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IPX8 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അത് പറഞ്ഞിട്ടില്ല. അവരങ്ങനെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പറയാറില്ല. എന്നാലും കിരിൻ 9020 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹുവാവേക്ക് ഇപ്പോൾ മാക്സിമം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സർ അവർ ഉപയോഗിച്ച് എന്നേ ഉള്ളൂ. അപ്പം പ്രോസസ്സർ അത്ര മികച്ചതൊന്നും അല്ലെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12GB റാമും 256GB ഇന്റേണലാണ് വരുന്നത്. 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വരുന്നുണ്ട്, കളക്ടേഴ്സ് എഡിഷൻ എന്നുള്ള സ്പെഷ്യൽ എഡിഷൻ. അതിൽ 16GB റാമും 512GB ഇന്റേണലുമാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. 16GB റാമും 1TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കളക്ടേഴ്സ് എഡിഷനിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണുകളിൽ NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ആൻഡ്രോയിഡ് സപ്പോർട്ട് ഇതിലില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ 1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് RYWB സെൻസറാണ്. പിന്നെ OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 40 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിലെ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 10.7 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4820 mAh ബാറ്ററിയാണ് വരുന്നത്. ഫോൾഡബിൾ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 7499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 89,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ആസ്പെക്ട് റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സർ അവർക്ക് പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പ്രോസസ്സർ മൊത്തത്തിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം ഹുവാവെ ഇപ്പം അവരുടെ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ഫോൺ എത്തിയേക്കാം. എന്തായാലും ഹുവാവയുടെ ഹുവാവെ പ്യൂര എക്സ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.